Hi all, good evening. Welcome back to Easy Class. First of all, thank you for being here in my YouTube channel, Easy Classes for Soumya. ഇനി നമ്മൾ ഒരു സീരീസായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് in our competitive exams like Kerala PSC, SSC, UPSC, RRB, Bank Test, IBPS, SBI, PO, Clerk Test, SI Test, even in the civil service prelims, and also the eligibility tests like SET and CAMAT, CAT, etc. എല്ലാ എക്സാമുകൾക്കും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇഫ് യു ആർ വെൽ ഇൻ ദീസ് പാർട്ട്, നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പറഞ്ഞ കൃത്യം സമയത്തിനുള്ളിൽ എക്സാം കവർ ചെയ്യാനും സാറ്റിസ്ഫൈഡ് ആയിട്ട് കവർ ചെയ്യാനും നല്ല സ്കോർ നേടാനും പറ്റും. ഓക്കെ, നമുക്കറിയാം ബാക്കിയുള്ള പാർട്സുകളുണ്ട് അല്ലേ, ബാക്കിയുള്ള ടോപ്പിക്കുകളുണ്ട്. കറണ്ട് അഫെയർസ്, GK, അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും ഉണ്ട്. ബാക്കി ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് പുറമേ ഉള്ള ടോപ്പിക്കുകളുണ്ട്, അറിയാലോ. ആ ടോപ്പിക്കുകളിൽ നമ്മൾക്ക് എത്ര നമ്മൾ സക്സസ്ഫുള്ളാണ്, അല്ലെങ്കിൽ അത്ര നന്നായി ഡീപ്പായി പഠിച്ചു എന്നെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇഫ് യു ആർ വെൽ ഇൻ ദീസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇതിലും നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ, ഇതിലും നിങ്ങൾ നല്ല എല്ലാ ഇക്വേഷൻസും അതിൻ്റെ എല്ലാ ട്രിക്കി പാർട്സും എല്ലാതും കവർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഫുള്ള് മാർക്ക്. 20 ആണെങ്കിൽ 20 out of 20, 70 ആണെങ്കിൽ 70 out of 20. നിങ്ങൾക്കറിയാം, CAMATും CATൊക്കെ എഴുതണവർക്ക് അല്ലേ, 1 mark for -1 for തെറ്റായ ക്വസ്റ്റ്യൻസിന്, കറക്റ്റ് ക്വസ്റ്റ്യന് 4 മാർക്കാണ്, 720 അല്ലേ. അപ്പം നമ്മൾ എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കറക്റ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം എല്ലാ ടോപ്പിക്കിലും. ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. മാത്സിന് ഒന്നുമില്ല പുറത്ത് ചോദിക്കാനായിട്ട്. നമ്മൾ എന്താണോ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അത് ഡീപ്പായിട്ട് പഠിക്കുക, അതിനപ്പുറത്ത് ചോദിക്കാനൊന്നുമില്ല. എങ്ങനെ ചോദിച്ചാലും നമ്മൾ എക്സ്പേർട്ടായിരിക്കണം, ചെയ്യാൻ കഴിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എക്സ്പേർട്ടായിട്ട് മാറാം. ഓക്കെ, ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടും ഉണ്ടാവരുത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 100% എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സീരീസ് ആയിട്ടാണിത് തുടങ്ങുന്നത്. ഇതിൽ നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ടോപ്പിക്സാണ്. അരിത്തമെറ്റിക്സിൽ വരുന്നു പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോസ്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എക്സെട്ര. ആൾജിബ്രയിൽ വരുന്നു എക്സ്പ്രഷൻസ്, ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ജിയോമെട്രിയിലെ ഏരിയ, വോള്, കോർഡിനേറ്റ് ജിയോമെട്രി ആൻഡ് നമ്പർ സിസ്റ്റത്തിലെ ഡിവിസിബിലിറ്റി ആൻഡ് പ്രൈം നമ്പേഴ്സ്. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ഡാറ്റ യൂസിങ് ചാർട്ട്, പൈ ചാർട്ട്, ബാർ ഡയഗ്രാം, ഗ്രാഫ്സ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഡാറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ഇത്രയും ടോപ്പിക്സാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അരിത്തമെറ്റിക്കിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. എല്ലാ പോർഷൻസും നമ്മളതിൽ കവർ ചെയ്തിരിക്കും യൂസിങ് മിനിമം ഇക്വേഷൻസ് നമ്മൾ കുറച്ച് ഉപയോഗിച്ചിട്ട് നമ്മളെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുകയാണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇക്വേഷൻസ് കുറച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, എല്ലാവർക്കും അറിയാം ലാഭം നഷ്ടം എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ലോസ് എന്താണ് കൺസെപ്റ്റ് എന്ന് ജസ്റ്റ് വേഗം നമ്മൾ
മനസ്സിലാക്കാം. ഓക്കെ, ബേസിക്സ് ഉണ്ട് അല്ലേ, ബേസിക്സ് ആൻഡ് ഫണ്ടമെൻ്റൽസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഞാനൊരു 100 രൂപയ്ക്ക് ഒരു ടോയിന് മേടിച്ചു. ഓക്കെ, മേടിച്ചത് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 100 രൂപയ്ക്ക് അല്ലേ. അപ്പോൾ കോഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 റുപ്പീസാണ്. ഞാൻ എന്നിട്ടത് എനിക്കെന്താ കുറച്ച് ലാഭം കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മേടിച്ച ഉടനെ തന്നെ ഞാനത് എൻ്റെ ഒരു സിസ്റ്ററിന് കൊടുത്തത് വെറുതെ അല്ല, പൈസയ്ക്ക് കൊടുത്തു. എത്ര പൈസയ്ക്കാണ് കൊടുത്തത്? കുറച്ച് ലാഭത്തിലാണ് കൊടുത്തത്. 120 രൂപയ്ക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ കോഡ് പ്രൈസ് ഈസ് 100 ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് SP നോട്ടഡ് ബൈ SP ഈസ് 120. അപ്പോൾ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? പ്രോഫിറ്റ് ആണോ ഉണ്ടായത്? എനിക്ക് ലോസ് ആണോ ഉണ്ടായത്? ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ആണ് അല്ലേ. എത്രയാണ് പ്രോഫിറ്റ്? 120ൽ നിന്ന് 100 സബ്സ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക. 20 റുപ്പീസ് ലാഭം എനിക്ക് കിട്ടി അല്ലേ. നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്, മെച്ചാണ്, ലാഭമാണ് അല്ലേ. അപ്പോൾ എങ്ങനെയുള്ളപ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക? നമ്മൾ വാങ്ങിയ വിലയിനേക്കാൾ നമ്മളത് കൊടുത്താൽ അല്ലേ, കൂടുതലായിട്ട് അത് കൊടുത്താൽ അപ്പോഴേക്കും നമുക്ക് ലാഭം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് പ്രോഫിറ്റ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ലാർജർ ദാൻ ദി കോഡ് പ്രൈസ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോഡ് പ്രൈസ്. ബേസിൽ നിന്ന് തുടങ്ങാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും നമ്മൾ ജസ്റ്റ് ബേസിൽ നിന്ന് തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി അല്ലേ. പ്രോഫിറ്റ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് വാല്യൂ. പ്രോഫിറ്റ് എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ലാഭശതമാനം, പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കാണാം. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോഡ് പ്രൈസ് സബ്സ്ട്രാക്ട് ചെയ്താൽ, ഓക്കെ, മൈനസ് ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് കിട്ടി അല്ലേ. ആ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ വാങ്ങിയ വില, കോഡ് പ്രൈസ്, ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ കോഡ് പ്രൈസ്, വാങ്ങിയ വില ഇൻറ്റു 100. ഇപ്പം ഞാൻ വാങ്ങിയത് 100 രൂപയ്ക്കാണ് അല്ലേ. അപ്പം 120 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എത്രയായിരുന്നു അതിൻ്റെ പ്രോഫിറ്റ്? 20 റുപ്പീസ്. 20 റുപ്പീസ് ഡിവൈഡഡ് ബൈ ഞാൻ വാങ്ങിയ വില എത്രയായിരുന്നു? 100. 20/100 ഇൻറ്റു 100. അതാണ് ലാഭശതമാനം എന്ന് പറയുന്നത്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ഇനി നമ്മൾ ലോസിലേക്ക് പോവുകയാണ്, നഷ്ടത്തിലേക്ക് പോവുക. എപ്പോഴാണ് നഷ്ടം ഉണ്ടാവുക? 100 രൂപയ്ക്ക് ഞാൻ മേടിച്ച ടോയ് 80 രൂപയൊക്കെ വിറ്റപ്പോൾ എനിക്ക് 80 രൂപയെ തന്നുള്ളൂ. അപ്പോൾ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? കുറച്ചൊക്കെ കുറേയൊക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്താൽ ഇപ്പോൾ ഒരു ലാഭം എന്ന് പറയാം അല്ലേ. അങ്ങനെയല്ല, നമ്മളിവിടെ നോക്കുമ്പോൾ 80 രൂപയ്ക്ക് മേടിച്ചത് 100 രൂപയ്ക്ക് മേടിച്ചത് 80 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലോസ് കണ്ടുപിടിച്ചത്? വിറ്റ വിലയിൽ നിന്ന്. നമുക്കറിയാം വിറ്റ വില എത്രയാ? 80 ആണെങ്കിൽ അതിൽ നിന്ന് 100 കുറച്ചു. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വിറ്റ വില 100ഉം വാങ്ങിയ വില 120ഉമാണ്. ഓക്കെ, അപ്പോൾ 100ൽ നിന്ന്, വിറ്റ വിലയിൽ നിന്ന്, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ കോഡ് പ്രൈസ് മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 20 -20. വാട്ട് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് മൈനസ്? മൈനസ് ഇൻഡിക്കേറ്റ്സ് ദ ലോസ്. ഓക്കെ, അപ്പോൾ എന്താണ് ലോസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ, സബ്സ്ട്രാക്ട് ചെയ്താൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പ്രോഫിറ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇഫ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോഡ് പ്രൈസ് സബ്സ്ട്രാക്ട് ചെയ്താൽ, മൈനസ് ചെയ്താൽ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് നഷ്ടക്കച്ചവടമാണെന്നാണ് അല്ലേ, ലോസ് ആണെന്നാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ കോഡ് പ്രൈസ് 100 രൂപയ്ക്ക് വാങ്ങി, അതെപ്പോഴും വാങ്ങിയ വില എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. വിറ്റ വില എത്രയായിരിക്കും? 120 രൂപയ്ക്ക്. 100 രൂപയ്ക്ക് വിൽക്കാം, 120 രൂപയ്ക്ക്, എങ്ങനെ വേണമെങ്കിൽ വിൽക്കാം. അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് വയ്ക്കാം. പക്ഷേ വാങ്ങിയ വില ഒരാളിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ടത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും കാണാൻ എന്താ ചെയ്യുക? വിറ്റ വിലയിൽ നിന്ന്, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോഡ് പ്രൈസ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് പ്രോഫിറ്റ് അല്ലേ. ദാറ്റ് ട്രാൻസാക്ഷൻ എന്താ? ഒരു ബെനിഫിഷ്യറി ട്രാൻസാക്ഷനാണ്, നമുക്ക് ലാഭം കിട്ടുന്നതാണ് അല്ലേ. ബെനിഫിറ്റ് അല്ല. എപ്പോഴാണ് ബെനിഫിറ്റ് അല്ലാണ്ട് ഇരിക്കുക? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോഡ് പ്രൈസ് മൈനസ് ചെയ്താൽ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നെങ്കിൽ, വാങ്ങിയ വിലയെക്കാട്ടും കുറഞ്ഞ വിലയിലാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതൊരു
ആ ട്രാൻസാക്ഷൻ ബെനിഫിറ്റ് അല്ല, നമുക്കൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക, ലോസ് ആയിരിക്കും, അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ എങ്ങനെ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം? ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ്, വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ഇവിടെ എന്തല്ല ഇപ്പോഴും കോഡ് പ്രൈസ് ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കോഡ് പ്രൈസ് ഒരു പ്രാവശ്യം വാങ്ങിയത് നമ്മൾ അല്ലെ, വാങ്ങിയ വിലയ്ക്ക് ഒരു ചേഞ്ച് ഇല്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് കാണാനും പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് ഇൻറ്റു 100, ലോസ് പെർസെൻറ്റേജ് കാണാനും പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനും ലോസ് പെർസെൻറ്റേജ് കാണാനും നമ്മളെങ്ങനെ ഉപയോഗിക്കുക? Profit divided by code price into 100 is equal to profit percentage, and loss divided by code price into 100 is equal to loss divided by code price into 100 is equal to loss percentage. Clear? Profit percentage is equal to profit divided by code price into 100, and loss percentage is equal to loss divided by code price into 100. Okay, clear ആയല്ലോ? ഇത്രയാണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ബേസിക്സ് എന്ന് പറയുന്നത്. ഈ ബേസിക്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാം. കുറച്ച് റീസണിങ്, കുറച്ച് ലോജിക്സ്, കുറച്ച് നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്താലും മതി. വളരെ സിമ്പിളായിട്ട് ഈ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം. സക്സസ്ഫുള്ളായിട്ട് നമുക്ക് എക്സാമിന് ഭയങ്കര സ്പീഡിൽ വളരെ ക്വിക്ക്ലി സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ പ്രോബ്ലം വെച്ച്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും കാണുന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. കുറേ ടോപ്പിക്കുകളുണ്ട്. ഇനി കോഡ് പ്രൈസ് എങ്ങനെ കാണും, വാങ്ങിയ വില കാണണം, വിറ്റ വില കാണണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കാണണം? കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റി ചേഞ്ച് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നോ പ്രോഫിറ്റ് നോ ലോസ് ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രമ ബോട്ട് എ തിങ്, ഒരു വസ്തു വാങ്ങി. എത്ര രൂപയ്ക്ക് വാങ്ങി രമ? 2000 rupees വാങ്ങി. ആൻഡ് ഷീ സോൾഡ് അറ്റ് 2400, 2400 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. വളരെ സിമ്പിളാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ആദ്യമൊക്കെ നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് ചെയ്യാം. എക്സാമിനൊന്നും ഇക്വേഷൻ ചെയ്യാൻ സമയമില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് ചെയ്യാം അല്ലേ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു, പ്രോഫിറ്റ് എങ്ങനെ കാണാൻ പറ്റും? Profit is equal to sell price minus quote price, selling price minus quote price. 20 is equal to എത്രയാ? 24,000 minus 2,000 is equal to 400. Then profit percentage is equal to profit 400 divided by എത്രയാണ് നമ്മുടെ കോഡ് പ്രൈസ്? 20. Code price is equal to 2,000 and selling price is equal to CP, and selling price is equal to 2,000 and 400. അപ്പോൾ നമ്മൾക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി? 400 ഡിവൈഡഡ് ബൈ കോഡ് പ്രൈസ് ഇൻറ്റു 100 is equal to cancelled, 0 is cancelled. 240 divided by 220. എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 20% പ്രോഫിറ്റ്. ക്ലിയർ? വെരി സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഇനി എല്ലാവർക്കും ക്ലിയർ ആക്കുമല്ലോ. ഇത് വന്നാൽ ഇതിൻ്റെ ബേസിക്സ് ആണ്. ബേസിക്കിനെ നമ്മൾ തുടങ്ങുകയാണ്. 40% ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ ഒപ്പം ചെയ്തു പോവാണ് കേട്ടോ. ഒപ്പം ചെയ്തു പോവാം. ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്ന് തന്നെ തറവായിട്ട് പഠിച്ചു പോവാം കേട്ടോ. അതിലൊരു ഡൗട്ടും ഉണ്ടാകരുത്. ക്ലിയർ ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് റെഗുലറായിട്ട് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലോസ് പെർസെൻറ്റേജ് കാണാം അല്ലേ. ബൈ കോഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 5,000, സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 4,200. 800 രൂപ നഷ്ടത്തിനാണ് കൊടുത്തത് അല്ലേ. എങ്കിൽ എത്രയാണ് ലോസ്? ലോസ് ഇസ് ഈക്വൽ ടു 800 ആണ്. എങ്കിൽ ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ 800 ഡിവൈഡ് ബൈ കോഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു, ഔട്ട് ഓഫ്
5 1 3ൽ 30ൽ 6. So answer is 16%. Okay, 16% is the loss percentage. 80 divided by 500. 0 0 cancel, 0 cancel. 5 1 80ൽ 1 3 remaining 3 36. 16% loss. Clear? Next question. A man bought a table with the price 300, CP 3700, and he also paid 800. Quote price is equal to 3700 ആണ്. പിന്നെ അദ്ദേഹം അത് വാങ്ങാനായിട്ട് വീട്ടിലേക്ക് ആ ആ ടേബിൾ കൊണ്ടുവരാനായിട്ട് 800 റുപ്പീസും കൂടി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എത്രയായി? 4500 റുപ്പീസ്. ഓക്കെ, ഇത്ര റുപ്പീസാണ് ആൾക്ക് ആയിട്ടുള്ളത്. ഹി സോൾഡ് ഇറ്റ് ഫോർ, അദ്ദേഹം വിറ്റത് എത്ര പൈസയ്ക്കാ? 4800 റുപ്പീസിന് വിറ്റു അല്ലേ? എങ്കിൽ ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? SP മൈനസ് CP അല്ലേ? SP മൈനസ് 4800 മൈനസ് 4500 is equal to 300. Then the profit, of course profit ആണ്. Profit percentage is equal to 300 divided by quote price. Quote price എത്രയാ? 4000. നോട്ട്, അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ 3700 ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. ഒരാൾ വിൽക്കുന്നതിന് മുൻപ് അയാൾക്ക് വാങ്ങാനും അതിനെ മെയിൻ്റനൻസിനോ എന്തിനു വേണമെങ്കിലും ഉള്ള ചിലവ് എത്ര അയാൾക്ക് ആയിട്ടുണ്ട് അത് ആഡ് ചെയ്യണം കോട്ട് പ്രൈസിനോട് കൂടി. അതെല്ലാം കൂടി കൂട്ടിയാലാണ് അയാളുടെ കോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ സാധനം വാങ്ങി എന്ന് വെച്ചിട്ട് അത് വാങ്ങിയ വിലയാവല്ല. അയാൾ എപ്പോൾ വിൽക്കുന്നതിന് മുൻപ് അയാൾക്ക് ചിലവായിട്ടുള്ള എല്ലാ പ്രൈസും ആഡ് ചെയ്യണം കോട്ട് പ്രൈസിലേക്ക്. ഓക്കെ, അപ്പോൾ കോട്ട് പ്രൈസ് 3700 ക്വസ്റ്റ്യൻ കണ്ട വശം നമ്മൾ കോട്ട് പ്രൈസ് 3700 എടുക്കരുത്. ഓക്കെ, ക്ലിയർ? ഇവിടെ കോട്ട് പ്രൈസ് is equal to 4500 into 100. കട്ട് 9660. Then the answer is 9. Cancel 0. 60. 3 20. 20 by 3 is equal to 6 is equal to 6.67%. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളൊരു കോട്ട് പ്രൈസ് വാങ്ങി എന്ന് കണ്ടപ്പോൾ ഉടനടി കോട്ട് പ്രൈസ് ആയിട്ട് നമ്മൾ അതെടുക്കരുത്. ആ വസ്തു അയാൾ സെല് ചെയ്യുന്നതിന് മുൻപ് അയാൾക്ക് ചിലവായിട്ടുള്ളതെല്ലാം കോട്ട് പ്രൈസിൽ പെടും. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം കോട്ട് പ്രൈസ് എടുക്കാൻ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു റേഷ്യോ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിരുന്നു. ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ദ റേഷ്യോ ഓഫ് എ കോട്ട് പ്രൈസ് ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് എത്രയാണ്? 5:8 എന്നാണ് കോട്ട് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ. ദെൻ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അപ്പം നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് എടുക്കുക. കോട്ട് പ്രൈസ് എത്രയാണ്? 5 ആണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 8 ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ്? ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. 8 minus 5 is equal to 3 അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് is equal to 3/5 into 100. 3/500 20 ടൈംസ് അല്ലേ? 20 60% ലോസ്. അപ്പോൾ നമ്മൾ ഈ 5:8 എന്ന് കാണുമ്പോൾ നമ്മൾ ഒക്കെ അപ്പം നമ്മളെ മനസ്സിലേക്ക് 5x 8x വരും അല്ലേ?
5x 8x അത് വന്നാലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, നമ്മൾ ഇത്രയായിട്ട് എടുത്താൽ മതി. ഡയറക്റ്റ് 5 എന്നുള്ളത് CP ആയിട്ടും 8 എന്നുള്ളത് എത്രയായിട്ടും എടുക്കുക, നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. ജസ്റ്റ് അത് മൈനസ് ചെയ്യുക, പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാം. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ റേഷ്യോ ഒക്കെ കണ്ടിട്ട് ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ഈ എബോവ് ക്വസ്റ്റ്യനിലെ റേഷ്യോ തന്നിരിക്കുന്നത് കുറച്ച് ചേഞ്ച് ചെയ്തു എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, അതായത് ഇവിടെ തന്നിരിക്കുന്നത് റേഷ്യോ 5:8 ആണ്. ആ റേഷ്യോ കാണുമ്പോൾ നമുക്കറിയാം കോഡ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ 5:8, അതായത് കോഡ് പ്രൈസ് കുറവും സെല്ലിംഗ് പ്രൈസ് കൂടുതലാണ്. ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ = 10:8 ആണ്. കോഡ് പ്രൈസ് = 10 ആൻഡ് സെല്ലിംഗ് പ്രൈസ് = 8. ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ഓർ ലോസ് 8 - 10 = -2 minus indicate loss. So loss percentage is equal to 2 divided by loss divided by minus ഇടേണ്ട ആവശ്യമില്ല, മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോസ് ആണെന്ന്. ഓക്കെ, 2 divided by കോഡ് പ്രൈസ് is equal to 10 into 100 is equal to 0 zeros are cancelled, 20% loss. ക്ലിയർ? ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th question. Seema bought 12 dozen toys at the rate of 500 per each dozen. സീമ 12 ഡസൻ ടോയ്സ് വാങ്ങി. 1 dozen is equal to 12 എണ്ണം, നമ്പർ is equal to അല്ലേ. അതുപോലെ എത്ര ഡസൻ മേടിച്ചു? 12 ഡസൻ ടോയ്സ് ആണ് മേടിച്ചത്. അതിൽ അറ്റ് ദ റേറ്റ് ഓഫ് ₹500 പ്ലസ് ഈച്ച് ഡസൻ. ഓരോ ഡസനും എത്ര റുപ്പീസാണ്? 500 റുപ്പീസാണ്. എങ്കിൽ എത്ര ഡസൻ മേടിച്ചു അവള്? 12 ഡസൻ സീമ മേടിച്ചു. അപ്പോൾ 12 into 500 is equal to 60,000 റുപ്പീസ് ആയി ടോട്ടൽ അല്ലേ. അപ്പോൾ കോഡ് പ്രൈസ് is equal to 6,000. 60,000 അല്ല കേട്ടോ, 6,000 ആയി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം എന്താണ്, സീമ 12 ഡസൻ ടോയ്സ് മേടിച്ചു. എത്ര രൂപയ്ക്ക്? ഒരു ഡസന് 5 രൂപ എന്ന നിലയിൽ 12 ഡസൻ മേടിച്ചു. ഓക്കെ, 12 ഡസനാണ് മേടിച്ചത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, എങ്കിൽ ഇഫ് ഷീ സോൾഡ് ഈച്ച് ടോയ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹50 അല്ലേ, ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓരോ ടോയ്സിനും അങ്ങനെ അവൾ സെൽ ചെയ്തത് 1 ടോയ്സിന് എത്രയാണെന്നുള്ള പോലെ 50 റുപ്പീസ് അല്ലേ. അപ്പോൾ എത്ര ഡസൻ ഉണ്ട് ടോട്ടൽ? എത്ര ഡസൻ ഉണ്ട്? 12 ഡസൻ ഉണ്ട്. 12 എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഓരോ ടോയ്സിനും എത്ര റുപ്പീസാണ്? 5 അല്ലേ. അപ്പോൾ 50 റുപ്പീസ്. ഒരു ഡസനിൽ 12, ഒരു ഡസനിൽ 12. അതുപോലത്തെ എത്ര ഡസൻ ഉണ്ട്? 12. അപ്പോൾ ടോട്ടൽ എത്ര റുപ്പീസായി? 144 into 50 20 എത്ര റുപ്പീസ്? 7,200 റുപ്പീസ്. ഓക്കെ, അപ്പോൾ എത്ര രൂപ അവൾക്ക് കിട്ടി? കിട്ടിയപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു, ക്ലിയർ ആയോ? അതായത് സീമ 12 ഡസൻ ടോയ്സ് മേടിച്ചത് ഓരോ ഡസനും 500, ഓരോ ടോയ്സിനല്ല കേട്ടോ, ഓരോ ഡസൻ ടോയ്സിന് 500 രൂപ നിരക്കിലാണ് മേടിച്ചത്. എങ്കിൽ 12 ഡസന് എത്ര ഉണ്ടായിരിക്കും? ഒരു ഡസനിൽ 500 എണ്ണം, ഒരു ഡസന് 500 രൂപ. അപ്പോൾ 12 ഡസന് എത്രയാ? 500 into 12. അപ്പോൾ അവളുടെ കോഡ് പ്രൈസ് കിട്ടി 6,000 രൂപയ്ക്കാണ് അവൾ മേടിച്ചത്. അതേ ഫോമാറ്റിലല്ല അവൾ കണക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് വിറ്റിരിക്കുന്നത്? ഈച്ച് ഓരോ ടോയ്സിനും 50 രൂപ. അപ്പം 50 into എത്രയുണ്ട്? ഒരു ഡസനിൽ 12 അല്ലേ. ഒരു ഡസനിൽ 12 ടോയ്സ് ഉണ്ട്. അപ്പോൾ 50 into 12, അപ്പോൾ ഒരു ഡസൻ്റെ വില. അതുപോലെ എത്ര എണ്ണം ഉണ്ട്? 12 ഡസൻ ഉണ്ട്. അപ്പോൾ 50 into 12 into 12. ഓക്കെ, അപ്പോൾ 144 into 5 is equal to 720 and one more 0 here അല്ലേ. അപ്പോൾ
he get selling price is equal to 7,1200 എങ്കിൽ find the profit percentage. പ്രോഫിറ്റ് ആണല്ലോ, ഓഫ് കോഴ്സ് ഇത് പ്രോഫിറ്റ് ആണ് അല്ലേ. അതവർ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് ചോദിക്കാം. എന്നിട്ട് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിലും കാണുന്നുണ്ടോ. ഇത് ഡയറക്റ്റ് ആയിട്ട് അവരെന്നെ പറഞ്ഞു പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കാണാം? ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. 7,200 ഡിവൈഡഡ് ബൈ 6,000 is equal to 1,200 and the profit percentage is equal to 1,200 divided by 6,000. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് കോഡ് പ്രൈസ്? 6,000 into 100. 00 വെട്ടി. ഓക്കെ, 20% പ്രോഫിറ്റ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ചെയ്യുക. ഓക്കെ, 12 ഡസൻ, ഒരു ഡസനിൽ 12 ഉണ്ടെന്ന് അറിയണം. ഒരു ഡസന് 500 ആണെങ്കിൽ 12 ഡസന് 500 into 60. ഇനി അവൾ ഓരോ കളിപ്പാട്ടത്തിനും 50 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഡസനിൽ എത്ര ഉണ്ടായിരിക്കും? 12 കളിപ്പാട്ടം. അതുപോലെ ടോട്ടൽ എത്ര ഡസൻ ഉണ്ട്? 12. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. കോഡ് പ്രൈസിൽ നിന്ന് കിട്ടി, സെല്ലിംഗ് പ്രൈസും കിട്ടി. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക നമ്മളുടെ കോഡ് പ്രൈസ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കിട്ടും, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരുന്നു? 20% പ്രോഫിറ്റാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. ഈ ചാപ്റ്ററിലെ ഒരു ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ആൻഡ് ബേസിക്സിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. ഇനി നമ്മളൊരു സെക്കൻഡ് ലെവലിലേക്ക് പോവുകയാണ്. ഇത്രയും നമ്മൾ കണ്ടത് പ്രോഫിറ്റ്, ലോസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്, ഇത്രയും ടോപ്പിക്കാണ് ഇത്രയും നമ്മൾ കവർ ചെയ്ത ഒരു 6 ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, 1 more questions is added. നമ്പർ ഇട്ടില്ല എന്നേ ഉള്ളൂ. 6 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതായിരുന്നു. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, ലോസ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് അല്ലേ. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒക്കെ തന്നിട്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജും കോഡ് പ്രൈസും തന്നിട്ട് വിറ്റ് വില കാണാം, സെല്ലിംഗ് പ്രൈസ് കാണാം. സെല്ലിംഗ് പ്രൈസ് തന്നിട്ട് നമ്മൾ കോഡ് പ്രൈസ് കാണാം. കോഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കാണാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക? ലോസ് പെർസെൻറ്റേജോ പ്രോഫിറ്റ് പെർസെൻറ്റേജോ. ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഭയങ്കര സിമ്പിളാണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇതുവരെയുള്ളതെല്ലാം ക്ലിയർ ആണല്ലോ? നമ്മൾ ആ കൺസെപ്റ്റ് എന്താണ് ലോസ്, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ് പെർസെൻറ്റേജ്, എന്താണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ കോഡ് പ്രൈസ് ഓഫ് എ സൈക്കിൾ ഈസ് ഗിവൺ. കോഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു 3,000. ദെൻ വെൻ ദിസ് സൈക്കിൾ ഈസ് സോൾഡ് അറ്റ് ദ റേറ്റ് ഓഫ്, അപ്പോൾ സോൾഡ് അറ്റ് ദ റേറ്റ് അല്ലേ, വിറ്റ ആൾ വിറ്റു. ആ വിറ്റത് എത്ര ശതമാനത്തിനാണ് വിറ്റത്? എത്ര പെർസെൻറ്റേജിനാണ് വിറ്റത്? 12%. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, 12% പ്രോഫിറ്റിൽ വിറ്റു കേട്ടോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് മിസ്സായതാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് 12. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണോ ലോസ് പെർസെൻറ്റേജ് ആണോ എന്ന് കാണാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദ കോഡ് പ്രൈസ് ഓഫ് എ സൈക്കിൾ ഇസ് 3. വെൻ ദിസ് സൈക്കിൾ ഇസ് സോൾഡ് അറ്റ് ദി റേറ്റ് ഓഫ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ്, അല്ലെങ്കിൽ 12% പ്രോഫിറ്റ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, 12% പ്രോഫിറ്റിൽ സെൽ ചെയ്തു, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എന്ന് എഴുതുന്നു. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് 12%. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റാണ്, ഒരു വസ്തു ആണ്, ആ വസ്തുവിൻ്റെ അതിന് ഒരു ഒറിജിനൽ എന്തുണ്ടായിരിക്കും, ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, അതിനൊരു വില ഉണ്ടായിരിക്കും അല്ലേ. ആ വിലേനെ പറയുന്ന പേരാണ് സെൻറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ആ വസ്തുവിൻ്റെ വിലേനെ നമ്മൾ സെൻറ്റ് പെർസെൻറ്റേജ് ആയിട്ടാണ് പറയാം. ഇപ്പോൾ ഏതൊരു വസ്തുവിനും ഒരു വിലയുണ്ട് അല്ലേ, ആ വസ്തു സെൻറ്റ് പെർസെൻറ്റേജിലാണ് നമ്മൾ പറയുക. ഓക്കെ, ഒരു വസ്തുവിൻ്റെ വില എന്ന് പറയുന്നത് സെൻറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് സെൻറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, സെൻറ്റ് പെർസെൻറ്റേജ് ആണ് ഒരു സൈക്കിളിൻ്റെ വില. സൈക്കിളിൻ്റെ കോസ്റ്റ് എത്രയാണ്? പ്രൈസ് ഓഫ് സൈക്കിൾ ഈസ് 10% ആണ്. അപ്പോൾ ഇവിടെ കോഡ് പ്രൈസ് ഓഫ് എ സൈക്കിൾ ഈസ് 3,000 ആണ്. ഈ സൈക്കിള് വാങ്ങിയത് എത്രയ്ക്കാ?
3000. അപ്പോൾ സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 100%, അല്ലേ? 3000 100% എന്ന് പറയുന്നത് സൈക്കിളിൻ്റെ വിലയാണ്. അത് എത്രയാണ്? പെർസെൻറ്റേജിൽ 100 ആണ്. പെർസെൻറ്റേജിൽ സൈക്കിളിൻ്റെ വില പറയുമ്പോൾ 100 ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അല്ലേ? കോഡ് പ്രൈസ് തന്നിട്ടുണ്ട്, 3000 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അത് വിറ്റപ്പോൾ 12% ലാഭം കിട്ടി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 112% ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഈ 112% ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കാണാം നോക്കാം, അല്ലേ? അപ്പോൾ ഇത്രയാണ്. 2 പല മെത്തേഡുകളുണ്ട്. നമുക്ക് കുറേ മെത്തേഡുകളുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പറയട്ടെ, അല്ലേ? ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. നമുക്ക് ഒരു ഫോമിൽ ഉപയോഗിക്കരുത്. ഇപ്പോൾ 100 ഇൻറ്റു ഇങ്ങനെ എഴുതാം. 100% = 3000 എങ്കിൽ 112% ഡാഷ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ഇൻറ്റു 100% ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 112% ഇൻറ്റു ഇതാണ് എക്സ്. എക്സ് = സെല്ലിംഗ് പ്രൈസ് 11. അപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 ഇൻറ്റു X% = 112 ഇൻറ്റു 3000, അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ എല്ലാവർക്കും. എങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ അപ്പുറത്തുള്ളത് ആരൊക്കെയാണ്? 112 ഇൻറ്റു 3000. നമ്മൾ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷനിലൊക്കെ. ഇനി ഈക്വൽ ടുവിന് ഇപ്പുറത്തുള്ള ഇൻറ്റൂലിരിക്കുന്ന ആള് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു എന്തായിട്ട് മാറും? അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 100 എവിടെ വരും? അടിയിലായിട്ട് വരും. അപ്പം നമുക്ക് എക്സ് മാത്രം ഇവിടെ കിട്ടും. ഓക്കെ, എക്സിനെ മാത്രം ഇവിടെ നിർത്തി. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്തത്? ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 മെത്തേഡ് ഉണ്ട് കേട്ടോ. 2 മെത്തേഡും പറയാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എത്രയാണ്? 100. ഒരു സൈക്കിളിൻ്റെ വില 3000 രൂപയാണ്. ആ 3000 രൂപ എന്ന് പറയുന്നത് 100%. സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് പെർസെൻറ്റേജിൽ പറയുമ്പോൾ 100%. ഓക്കെ, അത് എത്രയ്ക്കാണ് വിറ്റത്? 112% വിറ്റാൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. എന്ത് കിട്ടി? അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. സെല്ലിംഗ് പ്രൈസിന് നമ്മൾ എങ്ങനെയാണ് എടുത്തേക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് = എക്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇനി ഇത് രണ്ടും ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 100 = പെർസെൻറ്റേജ് ഇവിടെ എഴുതുമ്പോൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എക്സ് ഇൻറ്റു 100 = 112 ഇൻറ്റു 3000. അപ്പോൾ എക്സ് എടുക്കുമ്പോൾ 112 ഈക്വൽ ടു ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ചേഞ്ചില്ല അവിടെ നിന്നു. ഇനി എക്സിന് മാത്രം നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എക്സിൻ്റെ കൂടെയുള്ള ആൾ ഇവിടെ ഇൻറ്റു ആണ്, അല്ലേ? ഈ ഇൻറ്റു എന്ന് പറയുന്നത് 100. ഇൻറ്റുവിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന 100. ഇതിൻ്റെ ഇപ്പുറത്തിരിക്കേണ്ടത് ഇൻറ്റു ആയിരുന്നു സിമ്പിൾ. ഇത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് പോയപ്പോൾ എന്തായി? ഡിവിഷനായി. ഇൻറ്റു ആയിട്ട് ഇവിടെ വരില്ല. ഇൻറ്റു ഇരിക്കുന്ന ആൾക്കാർ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ എത്ര കിട്ടും? 100 വെട്ടിപ്പോകും. ഓക്കെ, ബാക്കി എത്ര കിട്ടാം? 112 ഇൻറ്റു 3 633. എത്ര കിട്ടും? 3360. അപ്പം എത്രയാണ്? 3320 രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമുക്കിത് കറക്റ്റ് ആണോ എന്ന് നോക്കണം, അല്ലേ? 100%. അതെങ്ങനെ നോക്കാം? ഒന്ന് കറക്റ്റ് നോക്കി നോക്കാം, അല്ലേ? നോക്കട്ടെ, എങ്ങനെ നോക്കാം? ഇവിടെ സൈഡിൽ നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. ഇത് കറക്റ്റ് ആണോ? എങ്ങനെയാണ് കറക്റ്റാക്കി നോക്കാം? നോക്കൂ, 100% = 3000 ആണെങ്കിൽ 1 ഇൻറ്റു 100 ആണ് 3000, അല്ലേ? അപ്പോൾ 1% = 3000 ഡിവൈഡഡ് ബൈ 100 വിട്ടും 1% = 30 ആണ് കിട്ടും. അപ്പോൾ 30 ഇൻറ്റു 100 = 3000, അല്ലേ? കറക്റ്റാണ്. നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്, അല്ലേ? 100% 3000. ഇനി നമുക്ക് എത്രയാണ് കാണേണ്ടത്? 2 മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ. 112% വിറ്റ വില എത്ര പെർസെൻറ്റേജിലാണ് വിറ്റത്?
12% അധിക ലാഭത്തിനാണ്. അപ്പം 100ൻ്റെ കൂടെ 12% കൂട്ടണം. വാങ്ങിയ 3000ൻ്റെ കൂടെ അല്ലേ. അപ്പോൾ 12% കാണാനായിട്ട് 12 ഇൻറ്റു എത്ര 12 അല്ലേ. 112% കാണാനായിട്ട് 100 3000 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 12% കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 12 ഇൻറ്റു 1% എത്രയാണ്? 30 സീക്കൽ ടു 360. അപ്പോൾ 12% 360 ആണെങ്കിൽ വിറ്റത് എത്രയ്ക്കാ? 112% 3360. ക്ലിയർ ആയല്ലോ. അപ്പം ഇത് 2 മെത്തേഡാണ്. ഏതൊരു മെത്തേഡാണെങ്കിലും നമുക്കിവിടെ ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കേണ്ട. പലരും ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, CP കാണാനുള്ള ഇക്വേഷൻസ്, വിറ്റ വില കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് എക്സാം ഹാളിൽ ഇത് ചെയ്യുമ്പോൾ വിറ്റ വില താഴെടുന്നോടത്ത് മുകളിലിടോടത്ത് സൈഡിലിടും. എന്നിട്ടും ആൻസർ മൊത്തം തെറ്റാവും. ഓക്കെ, ടെൻഷനില്ല, കൺഫ്യൂഷൻ വരും. ടെൻഷനൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വന്നിട്ട് ഇക്വേഷനൊക്കെ മാറിയിട്ട് ആൻസറൊക്കെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്തോ ഭാഗ്യക്കേടിന് നമ്മൾ ചെയ്ത ആൻസർ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. നമ്മളത് കറക്റ്റാണെന്ന് വിചാരിച്ച് അങ്ങനെ വേണ്ട. നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഭയങ്കര സിമ്പിൾ മെത്തേഡ്, ഒരു ഇക്വേഷനും ഇല്ലാണ്ട് നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 2 മെത്തേഡാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. വൺസ് മോർ ഈ 2 മെത്തേഡ് ഒന്നുകൂടെ പറഞ്ഞുതരാം. 2ഉം സിമ്പിൾ മെത്തേഡാണ്, 2ഉം തെറ്റിക്കരുത്. ഒന്നുകൂടെ ഈ മെത്തേഡ് പറയാം. ഓക്കെ, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഒന്നുകൂടെ, ഈ 2 മെത്തേഡ് ഒന്നുകൂടെ പറയാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇപ്പോൾ വന്നാൽ അപ്പോൾ എന്താ പറഞ്ഞത്? ഏതൊരു വസ്തുവിൻ്റെയും വില എന്ന് പറയുന്നത് 100% അപ്പോൾ സൈക്കിളിൻ്റെ വില, സൈക്കിള് വാങ്ങിയത് കോഡ് പ്രൈസ് ഈക്വൽ ടു 3000 റുപ്പീസിനാണ്. നമുക്കിവിടെ നമുക്കിവിടെ രണ്ട് മെത്തേഡും 2 കളറിൽ ചെയ്യാം. ഓക്കെ, ശരി. കോഡ് പ്രൈസ് ഈക്വൽ ടു 300, 10% ഈക്വൽ ടു 300. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ കാണേണ്ടത്? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 112% ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. എങ്ങനെ കിട്ടിയത്? 12% ലാഭത്തിനാണ് കൊടുത്തത്. അപ്പോൾ 112. 100 മേടിച്ചതിൻ്റെ കൂടെ ഒരു 12% കൂടി കൂട്ടി, 3000ൻ്റെ കൂടെ ഒരു 12% കൂടി നമ്മൾ കൂട്ടുമ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് കിട്ടുക. അപ്പോൾ നമ്മൾ എഴുതി 112% ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ. നമുക്കറിയില്ല വാല്യൂ. സെല്ലിംഗ് പ്രൈസ് എന്ന് ഇതിനില്ല. നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസിനെ എക്സ് ആയിട്ട് എടുത്തു. എക്സ്. ഇനി ഇത് രണ്ടും തമ്മിൽ നമ്മളിങ്ങനെ കണ്ട ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് നമ്മൾ എക്സ് വന്നാൽ ഈക്വൽ ടുവിന് ഇപ്പുറത്തെ 2 നമ്പറും ഇപ്പുറത്തെ 2 നമ്പറും ഇത് 4 പേരിങ്ങനെ വന്നാൽ ഒരു എക്സും ഉണ്ടെങ്കിൽ അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ 100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 3000 ഇൻറ്റു 112. പെർസെൻറ്റേജ് സിമ്പിളൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുക കേട്ടോ. ഇനി എക്സ് ഇസ് ഈക്വൽ ടു ഈ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഇപ്പുറത്ത് 1 ഇൻറ്റു എക്സ്. നമ്മൾ ഇൻറ്റു ഇവിടെ എഴുതില്ല അല്ലേ. ഇവിടെ ഒരു 1 ചേർത്താൽ ഇൻറ്റു ഉണ്ട്. ഈ ഇൻറ്റു ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി? 3000 ഇൻറ്റു 112. ബേസിക്സ് ആണ്. ഈ 100 എവിടേക്ക് വരും? ഡിവിഷനായിട്ട് വരും. ഇൻറ്റു ഈക്വൽ ടുവിന് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായിട്ട് വരും. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറയുന്നതെന്ന് മാത്രം. ഈ 2 zeros are okay. 112 into 3 is equal to 3360. ഇപ്പോൾ 360 നമുക്ക് ഇവിടെ കിട്ടിയില്ലേ. ഇത് നമ്മൾ കാണുന്നത് 12% അല്ല കേട്ടോ. 112% കാണുന്നത്. അപ്പോൾ ക്ലിയർ, ഇവിടെ കിട്ടി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് 10% is equal to 3000. Then 1 into 100 അല്ലേ. 1% is equal to 3000 divided by 100 is equal to 30. 1% is equal to 30. Then 12% is equal to 30. Then 112% is equal to 112 into 30 or 3000
12% is equal to 30 into 12 is equal to 360 is equal to 3000 plus 360 is equal to 3360. Clear? These are the two methods to explain this question. Clear? ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത്? അതായത് 100% 3000 ആണെങ്കിൽ 1% എങ്ങനെ വേണ്ടും? 1% കാണണമെങ്കിൽ 3000ൻ്റെ അടിയിലോട്ട് പോയി അല്ലേ? 1. അപ്പോൾ എത്ര കിട്ടി? നമുക്ക് 1% കിട്ടി. 1% കിട്ടിയ സുഖമാണ്. 100% 30 ആണെങ്കിൽ 100% 30 into 100 എങ്കിൽ 112% എന്ന് പറയുന്നത് 30 into 112 is equal to 3360. ക്ലിയർ? അപ്പോൾ എത്ര രൂപയ്ക്കാണ് സൈക്കിൾ വാങ്ങിയത്? 3360. ക്ലിയർ? ഇപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ഇനിയും നമുക്ക് ഈ സീരീസിലെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്ത് പഠിച്ച് എല്ലാവരും വരാം. ഇനി നമുക്ക് ബാക്കി ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിൽ കാണാം. അധികം ഇക്വേഷൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് ലോജിക് ഉപയോഗിച്ചിട്ട് ടെൻഷൻ അടിക്കാണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷുവറായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഈ അടുത്ത ക്ലാസ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ടോപ്പിക്കുകൾ ക്ലിയറായി മനസ്സിലായി എങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കിട്ടും, ഒപ്പം പഠിച്ചു പോകാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇനിയില്ല, എല്ലാം ഇപ്പോൾ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ വന്നിരുന്നത്. പക്ഷേ ഇത് ലെങ്തി ആയിട്ട് പോവാണ് അല്ലേ? അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് ടോപ്പിക്സ് കുറേ ലെവലിലേക്ക് വരുന്നുണ്ട്. സിമ്പിളിൽ നിന്ന് ഹയർ ലെവലിലേക്ക് വരുന്നുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഹയർ ലെവലിലേക്ക് വരും. ഏത് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, അതിന് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എല്ലാവരും അടുത്ത ക്ലാസ് കിട്ടാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.